ഓർഗാനിക് കേരള ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള ജൈവ കാർഷിക മേള ഏപ്രിൽ 10 മുതൽ 13 വരെ. ജൈവ കാർഷിക മേളയിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ജൈവ കാർഷിക ഉൽപ്പന്നമേളയുടെ സംഘാടനം ഓർഗാനിക് കേരള ചാരിറ്റബിൾ ട്രസ്റ്റും SH കോളേജ് തേവരയും രാജഗിരി ഔട്ട്റീച്ചും സംയുക്തമായാണ് നിർവഹിക്കുന്നത്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, കൊച്ചി കോർപ്പറേഷൻ, VFPCK, കാർഷിക വികസന ഏജൻസികൾ, സന്നദ്ധ സംഘടനകൾ, സഹകരണ സ്ഥാപനങ്ങൾ, കാർഷിക കൂട്ടായ്മകൾ എന്നിവയുടെ സഹകരണത്തോടും പങ്കാളിത്തത്തോടും കൂടിയാണ് ഓർഗാനിക് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ജൈവ വൈവിധ്യ സംരക്ഷണം, ജൈവ കൃഷി വ്യാപനം, കാർഷിക ഉന്നമനം എന്നിവ ലക്ഷ്യം വച്ചും സുരക്ഷിതമായ ഭക്ഷണം എല്ലാവർക്കും എവിടെയും ലഭ്യമാക്കുന്ന നല്ല നാളേക്ക് വേണ്ടിയുള്ള എളിയ ശ്രമമാണ് ഓർഗാനിക് കേരള ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ 10 വർഷമായി നിർവഹിച്ചു പോരുന്നത്. ഇന്ത്യ എത്തിയിരിക്കുന്നത് 120ാമത്തെ സ്ഥലത്താണ്. അത് ആരോഗ്യം, അതുപോലെ തന്നെ ക്ഷേമം, ആശുപത്രികളാണ്. കാരണം എല്ലാവർക്കും അതാണ് ഫാഷനബിൾ ആയിട്ട് തോന്നുന്നത്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കാമ്യമായിട്ട് കണക്കാക്കുന്ന കാര്യം കേരളത്തിലുടനീളം ചികിത്സാ കേന്ദ്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആരോഗ്യ കേന്ദ്രങ്ങളല്ല, നമ്മുടെ സർക്കാർ നല്ല പേരുകളുണ്ട്. ഒരു ഉത്തരമാണ് ജൈവ കൃഷി പ്രൊമോട്ട് ചെയ്യുക, ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക, ആ ഭക്ഷണം കഴിക്കേണ്ട ആളുടെ താല്പര്യമുണ്ട്. ഇത് 10ാമത്തെ വർഷമാണ്. ഈ ചെറിയ യജ്ഞം, ലളിതമായ യജ്ഞത്തിന്റെ 10ാം വർഷമാണ്. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മന്ത്രി ശ്രീ ബാബു നമുക്കെല്ലാവർക്കും വളരെ കാലമായി പൊതുവേദിയിൽ പരിചയത്തിനും എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകളാണ്. ഞാനാണ് ചെയർമാൻ എപ്പോഴും. പക്ഷെ ചെയർമാൻ ചെയറിലിരിക്കുന്ന മാത്രമുള്ള പണിയൊന്നും ചെയ്യുന്നില്ല. ഇന്ന് നമ്മളതിന്റെ ഫലമായി പോയി കുറെ കാര്യങ്ങളോട് പറയുന്നത് എല്ലാം വളരെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാം, നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്തു നോക്കാം. അതിനുള്ള ഒരു കാര്യമായ ശ്രമം നടത്താൻ ഇത്തരം സംരംഭങ്ങൾ വന്നതായിരിക്കും. ഇത് 10 വർഷമായി നടക്കുന്ന ഒരു കൂട്ടായ്മയും ശാബജനും അബ്ബാസും മറ്റൊരു ഫ്രാൻസിസും സണ്ണിയെല്ലാം ചേർന്ന് ആറുമാസം ചേർന്ന് നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് ചടങ്ങ് നടന്നത്. പക്ഷെ എന്നാലും നാളത്തെ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഈ പ്രവർത്തനം. ആരോഗ്യകരമായ ഒരു ഭക്ഷണക്രമവും നമുക്കുണ്ടാകണം. അതിനനുസൃതമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളും, പച്ചക്കറിയും ഭക്ഷ്യവസ്തുക്കളും നമുക്ക് പരമാവധി സ്വയം ഉത്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃഷി ചെയ്യാനും സാധിക്കും. ഈ പ്രസ്ഥാനത്തിന്റെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന ജസ്റ്റിസ് ഹരിഹരനായ സാർ ഉൾപ്പെടെ കൃത്യമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ
ഞാൻ അനുമോദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. വിപണിയിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിലെ രാസ കീടനാശിനികളുടെ അളവ് മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്നതിലും എത്രയോ അധികമാണെന്ന് സംസ്ഥാന കാർഷിക സർവകലാശാല നടത്തിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. നാം കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന രാസവിഷാംശങ്ങൾ കേരളീയരെ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെടുത്തുന്നു. ക്യാൻസർ, വൃക്ക, കരൾ രോഗങ്ങൾ, വന്ധ്യത എന്നിവ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. കാർഷിക സംസ്കൃതിയിലേക്ക് ഒരു തിരിച്ചുപോക്ക് അനിവാര്യമാണ്. ജനകീയ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് മാതൃകയായ സംസ്ഥാനമാണ് കേരളം. ആരോഗ്യ സൂചികകൾ വികസിത നാടുകൾക്കൊപ്പമായിരുന്നു. എന്നാൽ ജീവിതശൈലീ രോഗങ്ങൾ, പകർച്ചവ്യാധികളുടെ തിരിച്ചുവരവ്, പുതിയ തരം പടർച്ചപ്പനികൾ, ആരോഗ്യ കേരളം ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുകയാണ്. കായിക അധ്വാനത്തോടും കാർഷിക പ്രവൃത്തികളോടുമുള്ള വിമുഖത മാറിയേ മതിയാകൂ. നമുക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഗണ്യമായ ഭാഗം നാം ഉൽപ്പാദിപ്പിച്ചേ മതിയാകൂ. 2014 കുടുംബ കൃഷി വർഷമായാണ് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച് പ്രചാരണം നടത്തിയത്. കുടുംബ കൃഷിയിലൂടെ സുരക്ഷിതമായ ഭക്ഷണവും ഭക്ഷ്യസുരക്ഷയ്ക്കൊരു കൈ സഹായവും ഇനിയും നമുക്കതിന് കഴിയും. ഓർഗാനിക് കേരള ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന 10ാമത് ജൈവ കാർഷിക മേളയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഓർഗാനിക് കേരള ചാരിറ്റബിൾ ട്രസ്റ്റ് നേതൃത്വം കൊടുക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം തേവര കോളേജും രാജഗിരി ഔട്ട്ലെറ്റിന്റെ സഹകരണത്തോട് തന്നെയാണ് ഇത് നടത്തി വരുന്നത്. തുടർന്ന് ഇനിയും കൂടുതൽ ആളുകളിലേക്ക് സന്ദേശം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേവലം ഒരു മേള മാത്രമല്ല, ബോധവൽക്കരണ ക്ലാസ്സുകൾ, പിന്നെ അതുപോലെ കൃഷി ചെയ്യാനുള്ള രീതികളും ഇതെല്ലാം അനുഭവസ്ഥരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുകയും സെമിനാറുകളും ഒക്കെ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും ജനങ്ങളെ ജൈവ കൃഷിയിലേക്ക് മാറ്റുവാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഓർഗാനിക് കേരള ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതുവരെ നടത്തി വന്നിട്ടുള്ളത്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഭൂപ്രദേശങ്ങളിലൊന്നാണ് നമ്മുടെ കേരളം. കാർഷിക അഭിവൃദ്ധിക്ക് ഇണങ്ങിയ കാലാവസ്ഥ, കൃഷിക്ക് അനുയോജ്യമായ ഭൂപ്രകൃതിയും പ്രകൃതി വിഭവങ്ങളും, സമ്പന്നമായ ജൈവ വൈവിധ്യം, ഇവയൊക്കെയാണ് കേരളത്തെ ഭക്ഷ്യവിളകൾക്കും നാണ്യവിളകൾക്കും ഒരുപോലെ അനുയോജ്യമായ പ്രദേശമാക്കി തീർത്തത്. രാസവളങ്ങളും രാസ കീടനാശിനികളും കൃഷിയിടത്തിൽ ഉപയോഗിക്കാതെ പകരം ജൈവവളങ്ങളും ജൈവ കീട നിയന്ത്രണ മാർഗങ്ങളും അവലംബിച്ചുകൊണ്ടുള്ള കൃഷിരീതിയെയാണ് ജൈവ കൃഷി എന്ന് പൊതുവിൽ അറിയപ്പെടുന്നത്. എന്നാൽ ജൈവ കൃഷിക്ക് വളരെ വിപുലമായ അർത്ഥതലങ്ങളും ദാർശനിക അടിത്തറയുമുണ്ട്. ജൈവ കൃഷി സുസ്ഥിര വികസന സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഈ ലോകവും ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങളും ഈ തലമുറയ്ക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ ലോകവും പ്രകൃതി വിഭവങ്ങളും. അതുകൊണ്ട് തന്നെ പ്രകൃതി വിഭവങ്ങളുടെ അനിയന്ത്രിതമായ ഉപയോഗം നിരുത്സാഹപ്പെടുത്തിയേ മതിയാവൂ. വികസന സങ്കല്പങ്ങളിൽ ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ്. ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഭാവി തലമുറകളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിയെ ദുർബലപ്പെടുത്തിക്കൊണ്ടാകരുത് എന്നാണ് സുസ്ഥിര വികസനം സംബന്ധിച്ച വിഖ്യാതമായ നിർവചനം. ഞാൻ കബീർ ഹുസൈൻ, ഓർഗാനിക് ട്രസ്റ്റ് മെമ്പറാണ്. ഇപ്പോഴ് ഓർഗാനിക് കൃഷിയിൽ ആരും കാര്യമായിട്ട് ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാത്ത രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ഈ മേള ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, ഈ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയുടെ പ്രശ്നമാണ്. ഓർഗാനിക് എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുവരുന്ന പല സാധനങ്ങളിലും പ്രകൃതിയിൽ അതിൽ കാണേണ്ടിയ എലമെൻസുകളില്ല. ഇത് മണ്ണിൽ എലമെൻസ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. മണ്ണിൻ്റെ
ഈ മണ്ണിൽ പരമാവധി ഫലഭൂയിഷ്ഠത കൊണ്ടുവന്ന് നല്ല രീതിയിൽ ഓർഗാനിക് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കണ്ടെത്തി കൊണ്ടുവരാൻ ഈ മേളയിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പ്രകൃതി സൗഹൃദവും സുസ്ഥിരവുമായ ഒരു കാർഷിക ഉൽപാദന പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള